അല്ലെ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചളിയടിച്ചാണ്. എന്തായാലും നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട്? നിങ്ങൾ കണ്ണട വെച്ച് മുകളിലേക്കാണോ നോക്കുന്നത്? ഞാൻ സ്റ്റേജിലാണോ നിൽക്കുന്നത്? എന്ത് പറ്റി? ആ ചേട്ടൻ്റെ മുഖം കണ്ടിട്ട് അത്ര സുഖകരമെല്ലാം അല്ലാതെ ഒരു എനർജി കുറവ്. രാവിലെ എന്തായാലും കഴിച്ചു? പുട്ടും കറി. ഞാൻ കഴിച്ചത് പുട്ടും ഉരുളക്കിഴങ്ങുമാണ് കഴിച്ചത്. അതുകൊണ്ട് ചെറിയൊരു തൊരയുണ്ട് ഉള്ളിൽ. എന്തായാലും കുഴപ്പമില്ല. ഈ പരിപാടിയിൽ ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്നു. ഞാൻ ക്ഷണിച്ചുകൊണ്ട് വിനീത് ശ്രീനിവാസൻ കടന്നു വരികയാണ്. വിനീത് ശ്രീനിവാസൻ എന്നെങ്ങനെ ഉണ്ടായിരുന്നു പുത്തമ്പേരിക്കാരുടെ പരിപാടി? അല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്തൊക്കെയുണ്ട് ചേട്ടന്മാരെ, എന്തൊക്കെ സുഖമാണോ? സത്യം പറയാം, ഇങ്ങനത്തെ ഒരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഇനി അടുത്തൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല എല്ലാവരും ഹാപ്പി അല്ലേ? നിങ്ങൾ എല്ലാവരും എൻ്റെ ബാൻഡ് ഷോ കണ്ടിട്ടുണ്ടോ? പൊതുവേ ഞാൻ വേദികളിൽ വരുന്നത്, പൊതുവെയുള്ള അവാർഡിനായിട്ട് വേദികൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്, ഇത് വരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. പക്ഷെ എൻ്റെ ബാൻഡിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ സത്യം പറയും. എനർജിയുടെ ഒരു ബാൻഡ് തന്നെ അല്ല കുട്ടിയുടെ ശരി കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് കരളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പൊ കരളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ കരളിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള നസ്ലിൻ ഇവിടെയുണ്ട്. നസ്ലിൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. നസ്ലിന്റെ ഫാൻസ് ഉണ്ട് ഇവിടെ. കേട്ടില്ല വിനീതേട്ടാ, എന്റെ ഫാൻസ് ആണ് മൊത്തം. എല്ലാവരും അടിപൊളി. സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു ആക്ടറായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ല, നമ്മുടെ ചങ്ക് കിടന്ന് പെടക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി സുഖാണ്? ചേച്ചിയുടെ മുഖത്തെന്താ ഒരു വികാരം ഇല്ലാത്ത? ചേച്ചി ചിരിക്കുക. ചേച്ചി എൻ്റെ സിനിമകളൊക്കെ കാണാറില്ലേ? എൻ്റെ ചേച്ചി സിനിമകളൊക്കെ കാണാറില്ലേ? ചേച്ചിക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാണ്? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കട്ടത്തിൽ മറയത്ത്. എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ തണ്ണീർ പത്തന്തിരങ്ങളിലാണ് ഫസ്റ്റ് അഭിനയിച്ചത്. എനിക്ക് മറ്റേ ഡയലോഗ് കൂടെ പറയാനില്ലേ ഒരു ഭംഗിക്ക്? ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഈ അടിപൊളി പരിപാടി എന്തായാലും ഹിറ്റ് ആവട്ടെ. സത്യം പറഞ്ഞ എന്നെ കോപ്പി അടിച്ചിട്ടാണ് ആസിഫ് അലിക്ക നമ്മുടെ അഡിയോ മിഗോസിലെ ഡയലോഗ് അടിച്ചത്. എൻ്റെ തണ്ണീർ പത്തന്തിരങ്ങളുടെ ഡയലോഗുകൾ എന്ത് പണ്ടാരണവൻ, ഒരു മരിചാടേൻ ചെന്ന വഴിക്ക് ഒരു പഞ്ച് ഡയലോഗ്. ഈ ഡയലോഗ് കോപ്പി അടിച്ചിട്ട് ആസിഫ് അലിക്ക എന്താ പറയാ, എന്റെ ഭാവി ഈ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലല്ല ലൈഫിൽ കത്തിക്കണ ഇങ്ങനെ പറയണ്ടേ? അപ്പൊ എന്നെ കൂപ്പിടിച്ചിട്ടല്ലേ ആസിഫ് അലിക്ക് വലിയ സ്റ്റാർ ആയത്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ മുതുകാട് സാർ ഇവിടെയുണ്ട്, നമ്മുടെ മജീഷ്യൻ മുതുകാട് സാർ ചേട്ടാ കണ്ണു ചേട്ടാ വിളിച്ചോട്ടെ. ഇതെന്താണ്, ആർക്കും ഒരു വികാരമില്ലല്ലോ. ഞാൻ വിളിക്കുകയാണ് നമ്മുടെ മുതുകാട് സാറിനെ. യെസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്, വളരെയേറെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ കൂവ് ഇത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇത് നിങ്ങളുടെ ആരാധകരുടെ ആവേശമാണോ അതോ എനിക്കെതിരെ കൂവുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു കൂവൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ടൊരു കൂവുക, ഒരു മികച്ച ഒരു കൂവൽ. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിന്റെ 4 അറകളിൽ നിന്നോ തുളച്ചു കയറുന്ന മറ്റൊരു നല്ലൊരു മികച്ചൊരു കൂവൽ തന്നെയായിരുന്നു അത്. എന്തായാലും എന്താണ് കുട്ടിക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇയാളെ ബന്ധപ്പെടുക. എൻ്റെ ഫ്രണ്ടിലേക്ക് ആ കണ്ണു വെച്ച ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്തത് പോലുമില്ല, ഒരു പിഞ്ചിരി പോലും തൂകുകയില്ല. ചേട്ടൻ ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഏതോ ഹിപ്നോട്ടൈസ് അവസ്ഥയിലാണ്, ഏതോ പാരലൽ ബെൻഡിലാണെന്ന് തോന്നുന്നു. ആരാണ് ഇവിടെ കാന്താര ഓണാക്കുന്നത്? കിടന്ന് കാറുന്നത് കാണുന്നു. എന്തായാലും എല്ലാവരുടെ മനസ്സിന് ശാന്തമാക്കുക. ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആറാട്ടൻ നമ്മുടെ ചോദിച്ച വയസ്സ് പറഞ്ഞ മഞ്ഞ നല്ല സിംഗറാണ്. നല്ല സിംഗർ. ഈസ് എ വെരി ഗുഡ് സിംഗർ ആൻഡ് ഈസ് എ വെരി ഗുഡ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത്.
പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മുടെ ജീസസ് ഇരിപ്പാന്റെ ചർച്ചിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികളാണ്. അല്ല, ഞാനിവിടെ ആർക്ക് സംഗീതം പഠിപ്പിക്കല്ലേ, ആന്ന് മൂളിക്കൊണ്ടിരിക്കാൻ. ആരാ അവിടെ കിടന്ന് കാറുന്നത്? നിങ്ങളെപ്പം വിചാരിച്ചിട്ടുണ്ടാകാം ഞാൻ ഈ വേദനയിൽ സംസാരിച്ചാൽ ഈ പരിപാടി ഇതൊന്നും അവസാനിക്കുകയില്ലത്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കണം. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ കണ്ടില്ല, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചിരിക്കുക. എന്താണ് അങ്ങനെയുള്ള ഒരു പരിപാടികളും വേണ്ട. ഈ പരിപാടികളുടെ വിജയത്തിന് വേണ്ടി സർക്കാർ ഒപ്പമുണ്ട്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കർശനമായ നടപടിയുണ്ട് എടുക്കുന്നത്. അല്ലേ, ഈ പരിപാടിയുടെ വെടിക്കെട്ട് പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മുടെ ദുബായ് ജോസാണ്. ദുബായ് ജോസിനെ വിളിക്കുന്നത്. ഭാസ്കര, ആ ചേച്ചി എന്തൊക്കെയുണ്ട്? ചേച്ചി സുഖാണോ? ആ നെടുമ്പാശ്ശേരിന്ന് വന്നപ്പോ തന്നെ കണ്ണിന്റെ വിചാര. ചേച്ചി അടിച്ച് കയറി വാ. കള്ളോ കപ്പയോ കരിമീനെ കൊഞ്ചോ ചേട്ടന്മാരെ, കള്ളോ കപ്പയോ കരിമീനെ കൊഞ്ചോ എല്ലാം അടിച്ച് കയറി വാ. ചേട്ടൻ അടിച്ച് കയറി വാ. ചേട്ടൻ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സൂര്യ. ഏതായാലും ഈ വർഷത്തിൽ മറ്റൊരാളും വൈറലായി. നമ്മുടെ സുരേഷ് കൃഷ്ണ വൈറലായി. അദ്ദേഹം ഇടപെട്ടല്ലോ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സുരേഷ് കൃഷ്ണ. എന്താ ചേച്ചി ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സത്യസത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയൂ. ചേട്ടൻ റേഷൻ കടയിൽ പോണോ? ചേട്ടൻ സഞ്ചി എന്റെ അടുത്ത് നിൽക്കുക, ഞാൻ ബൈക്കുമായിട്ട് വരാം. അപ്പൊ എല്ലാവരും ഈ പരിപാടി ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. അപ്പോ അദ്ദേഹം ഇവിടുന്ന് പോയി. ഇനി ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കണം. ഇത്രയും ഗായകർ പാടുമ്പോൾ ഒരു പാട്ട് മുഖ്യമന്ത്രി പാടാതിരിക്കുന്നത് മോശമല്ലേ? ഞാൻ മാത്രമല്ല, ഒരുപാട് താരങ്ങൾ പാടുന്നു. പ്ലേ ദ സോങ്, മഹേഷ് സോങ്.